കഴിഞ്ഞ ദിവസം വരെ രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എവിടെയാണെന്ന് ഇനി ആരും ചോദിക്കരുത്. അദ്ദേഹം 7 കടലും കടന്ന് അങ്ങെത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ CM. 3 ദിവസത്തെ സന്ദർശനത്തിനായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തി. ഒരു കേരള മുഖ്യമന്ത്രിയുടെ ഒമാൻ സന്ദർശനം 26 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് എന്ന പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടുന്ന് തിരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പുലർച്ചെ മസ്കത്തിലെത്തി വിവിധ പ്രവാസി സംഘടനകളുടെയും ലോക കേരള സഭാംഗങ്ങളുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് അമറാത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒമാന് പിന്നാലെ ഖത്തർ, കുവൈത്ത്, UAE എന്നിവിടങ്ങളിലും വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ സൗദി അറേബ്യയിലേക്കുള്ള ആ സന്ദർശനത്തിന് മാത്രം ഇതുവരെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ഇനി മുഖ്യമന്ത്രിയുടെ മസ്കത്തിലെ ഒമാനിലെ പ്രധാന പരിപാടികൾ. 24-ന് മസ്കത്തിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ വിഷയം മനുഷ്യത്വമുള്ളവരായിരിക്കോ, സമാധാനം പുലരട്ടെ. 25-ന് സലാല ഇത്തിഹാസ് സ്റ്റേഡിയത്തിൽ പ്രവാസോത്സവം 2025. പിന്നെ മലയാളം മിഷൻ സലാല ചാപ്റ്ററിന്റെ ഉദ്ഘാടനം. മന്ത്രി സജി ചെറിയാൻ, നോർക്ക ഡയറക്ടർ വിൽസൺ ജോർജ് എന്നിവരും ഒമാനിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. അതേസമയം ഇവിടുത്തെ പോലെ അവിടെയും ഉണ്ട് കേട്ടോ ബഹിഷ്കരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സലാല സന്ദർശനം ബഹിഷ്കരിക്കുമെന്നാണ് KMCC സലാല കമ്മിറ്റിയുടെ പ്രഖ്യാപനം. 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി മോഹന വാഗ്ദാനങ്ങൾ നൽകിയെന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് KMCC സലാല കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി റഷീദ് കലപ്പറ്റ, കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് VP അബ്ദുൽ സലാം ഹാജി എന്നിവർ ആരോപിക്കുന്നത്.